സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലായി കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടുണ്ട്. നവംബർ 15-ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും നവംബർ 16-ന് എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. നവംബർ 17-ന് കോഴിക്കോട് മാത്രമാണ് നിലവിൽ യെല്ലോ അലേർട്ടുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് അറിയിപ്പ്. 24 മണിക്കൂറിൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനിടയുണ്ട്. അതേസമയം ശബരിമല മേഖലയിൽ നാളെ മുതലുള്ള കാലാവസ്ഥാ പ്രവചനവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് ബുള്ളറ്റിൻ പുറത്തിറക്കുന്നത്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിങ്ങനെ 3 സ്ഥലങ്ങളിലെയും കാലാവസ്ഥാ മുന്നറിയിപ്പ് വെബ്സൈറ്റിലുണ്ട്. ഇന്നും നാളെയും 3 സ്ഥലങ്ങളിലും കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം. താൽക്കാലിക സംവിധാനങ്ങൾ സ്ഥാപിച്ചതിനു ശേഷം 3 മണിക്കൂർ ഇടവേളയിൽ മുന്നറിയിപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ഡയറക്ടർ നീത കെ ഗോപാൽ പറഞ്ഞു. ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മഴയുടെ അളവറിയാനും താപനിലയും അന്തരീക്ഷ ആർദ്രതയും രേഖപ്പെടുത്താനും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞനും മറ്റൊരു ഉദ്യോഗസ്ഥനും ശബരിമലയിൽ ക്യാമ്പ് ചെയ്ത് ഇന്ന് തന്നെ ജോലികൾ പൂർത്തീകരിക്കാനാണ് ശ്രമം. ഇതിന്റെ നിരീക്ഷണത്തിനായി പ്രത്യേക ജീവനക്കാരെ ചുമതലപ്പെടുത്തുമെന്നും ശബരിമല സ്പെഷ്യൽ ADM അരുൺ എസ് നായർ പറഞ്ഞു. മെഷീൻ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ ഇന്നലെ കണ്ടെത്തി. മെഷീൻ സ്ഥാപിച്ച ശേഷമേ ഇവർ തിരുവനന്തപുരത്തേക്ക് മടങ്ങൂ. നിലവിൽ കാലാവസ്ഥാ വകുപ്പിന് ലാഹയിലും സീതത്തോടും മാത്രമാണ് നിരീക്ഷണ സംവിധാനമുള്ളത്. പത്തനംതിട്ടയിൽ ശക്തമായ തുലാമഴയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി ലഭിച്ചത്. പെരിനാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ലാഹയിലാണ് AWS. ലാഹയിൽ നിന്ന് ശബരിമലയിലേക്ക് 36 കിലോമീറ്റർ ദൂരമുണ്ട്. സീതത്തോടാണ് അടുത്തുള്ള മറ്റൊരു സ്റ്റേഷൻ. തുലാവർഷത്തിലെ മഴ കൂടുതലും പ്രാദേശികമായി പെയ്യുന്നതാണ്. കുറഞ്ഞ സമയത്ത് ശക്തമായി പെയ്യുന്ന സാഹചര്യവുമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ലാഹയിൽ 1.5 മണിക്കൂറിനിടെ 100 മില്ലിമീറ്ററിലേറെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. അതേസമയം ചക്രവാത ചുഴി എന്ന് പറയുമ്പോൾ ആരും നിസ്സാരമായി കാണരുത്. ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യപടിയാണ് ചക്രവാത ചുഴി. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കത്തെയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ മർദ്ദ വ്യതിയാനം കാരണം വിവിധ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങും. ചക്രവാത ചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഉണ്ടാകും. ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമായിരിക്കും. ഭൂമി കറങ്ങുന്നത് മൂലമുണ്ടാകുന്ന കൊറിയോളിസ് ബലം കാരണമാണ് അർദ്ധഗോളത്തിൽ വിപരീത ദിശകളിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നത്. ശക്തി കുറഞ്ഞ കാറ്റിന്റെ ഈ കറക്കമാണ് ശക്തി പ്രാപിച്ച് പിന്നീട് ന്യൂനമർദ്ദമായി രൂപപ്പെടുന്നത്. എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല. ന്യൂനമർദ്ദം ശക്തി കൂടിയാൽ തീവ്ര ന്യൂനമർദ്ദമാകും. തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമാകും. ഇത് വീണ്ടും ശക്തിപ്പെട്ടാൽ മാത്രമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.